എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തക്കാളി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കാം. ചോറിൻ്റെ ഒക്കെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി ഞാൻ ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 3 എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഒരുപാട് ചെറുതാക്കണ്ട, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ കറി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന മൺചട്ടിയിലേക്ക് തക്കാളി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. മണ്ണിൻ്റെ ചട്ടിയൊക്കെ ആവുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചട്ടി എടുത്തേ ഉള്ളൂ. 2 മീഡിയം വലിപ്പത്തിലുള്ള പച്ചമുളക് നമുക്കൊന്ന് ഒടിച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതി എടുക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം നമുക്കിതിലേക്ക് ചെറിയുള്ളി ആണെങ്കിലും എടുക്കാം. അപ്പോൾ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ 2 കഷ്ണം കുടംപുളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന തക്കാളിക്ക് നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും കുടംപുളി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ നിറയെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ചെറിയ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തുടഞ്ഞ് വരട്ടെ. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇത് വേകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് നിറയെ തേങ്ങ ചിരവിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരപ്പ് റെഡിയാക്കി എടുക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. 1 സ്പൂൺ വെച്ചിട്ടോ മറ്റോ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൂടി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ചാറിന് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു 1/4 കപ്പോളം വെള്ളം നമ്മൾ അരച്ച ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ച് കലക്കി ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുവാണ്. പിന്നെ തക്കാളി കൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് നമ്മളുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് കയറി കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളിത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയാണ് വെച്ചിട്ടുള്ളത്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. കറി പെട്ടെന്ന് തിളച്ച് വരും. തിളച്ച് പുറത്തോട്ട് പോകാൻ പാടില്ല. നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്ന് മാറാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരണം. ഒരുപാട് നേരം തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ഇടണം. താളിക്കാനുള്ള കുഞ്ഞു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. കടുകൊക്കെ പൊട്ടിയ ശേഷം 2 വറ്റൽമുളകൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. 2 ചുവന്നുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഉടനെ തന്നെ ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്ത ശേഷം ഇട്ട് കൊടുത്തത്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ ഒഴിച്ചുകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു.
നല്ല ചൂട് ചോറിനൊപ്പം ഈ ഒരു ഒഴിച്ചുകറിയും 2 പപ്പടം ഉണ്ടെങ്കിൽ നല്ല അസലായിട്ട് ഊണ് കഴിക്കാം. അതല്ല നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പലരും ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്